സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതീവ സങ്കടകരമായ ആത്മഹത്യകൾ കണ്ടുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെയാണല്ലോ ഈ ദിവസങ്ങളിൽ നാം കാണുന്നത്. ഇതിനു മുമ്പും ധാരാളം ആത്മഹത്യകൾ കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ അതീവ സങ്കടകരമായ ആത്മഹത്യകൾ ഈ ദിവസങ്ങളിൽ നാം കാണുകയാണ്. വാസ്തവത്തിൽ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് തിരിയുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം, ജീവിതത്തിൻ്റെ സകല ആശയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ ബാധിച്ച് മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ നിവൃത്തിയില്ല എന്ന് 100% ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ, ഇനി ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ ഭയാനകമാണ് എന്ന് വിധിയെഴുതി സ്വയം മരണത്തിലേക്ക് പോകുന്നതാണ് ആത്മഹത്യ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ആത്മഹത്യയ്ക്ക് തുനിയുന്നതായ ഒരു വ്യക്തിയെ അതിൻ്റെ അവസാന നിമിഷം ആരെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയില്ല എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ ബാധിച്ച വ്യക്തിയാണ് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത്. അത് ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ ആത്മഹത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ? ആത്മഹത്യ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം മരണത്തിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി നമ്മോട് പ്രസ്താവിക്കുന്നത് ദൈവവചനം മാത്രമാണ്. മനുഷ്യർക്ക് പറയുവാൻ സാധിക്കുന്നത് മരണം വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ആധികാരികമായി പ്രസ്താവിച്ചിരിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനം എന്താണ് ഇതേ സംബന്ധിച്ച് പറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് വേർപെടുന്ന ഒരാത്മാവുണ്ട് എന്നുള്ളത് ദൈവവചനം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദേഹം അഥവാ നമ്മുടെ ശരീരം, ദേഹി അതായത് നമ്മുടെ പ്രാണൻ, ആത്മാവ് എന്നീ 3 ഘടകങ്ങളുടെ സമ്മിശ്രമായ ഒരു സമ്മേളനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നു. ആ ശരീരത്തിൽ നിന്ന് ആത്മാവും പ്രാണനും ഒരുമിച്ചാണ് വേർപെടുന്നത്. ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ നടന്ന ഒരു വലിയ ഗവേഷണ ഫലം സോഷ്യൽ മീഡിയയിലെ നിറഞ്ഞ ചർച്ചകൾക്ക് വേദിയായി തീർന്നിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം നിലച്ച് മരണം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ്റെ തലച്ചോറിൽ നിന്ന് അടുത്ത ഒരു 15 സെക്കൻഡ് സമയത്തോളം അതിശക്തമായ ഊർജപ്രവാഹം ഉണ്ടാകുന്നതായി ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. ഇത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് എന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായിട്ടിരിക്കുന്നു. അതാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറയെ ചർച്ചയായിരിക്കുന്ന ഒരു കാര്യം. അതെന്തുമായിക്കൊള്ളട്ടെ, ആത്മഹത്യ ചെയ്താൽ അതോടുകൂടെ ആ വ്യക്തി രക്ഷപ്പെടുമോ? അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ കാര്യങ്ങൾ നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം വളരെ കൃത്യമായി നമ്മോട് പറയുന്നത്, ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടൻ തന്നെ അവൻ്റെ ആത്മാവും പ്രാണനും ഒരുമിച്ച് ശരീരം വിടുന്നു. ആ ആത്മാവ് പിന്നീട് എവിടേക്ക് പോകുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടുന്നതായ ഒരു സത്യമാണ്. ഒരു മനുഷ്യനിൽ നിന്ന് വേർപെടുന്ന ആത്മാവിന് നല്ല ഓർമ്മശക്തിയുണ്ട്, നല്ല ദാഹമുണ്ട്, നന്നായിട്ട് കേൾവിശക്തിയുണ്ട്, നന്നായി വേദന അനുഭവിക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനായ മനുഷ്യന്റെയും ലാസറിന്റെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ പോലും ദൈവത്തെ അന്വേഷിക്കാതെ ജീവിതത്തിൻ്റെ ആഡംബരത്തിൽ മതിമയങ്ങിക്കഴിഞ്ഞിരുന്ന ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. അതേസമയം ദൈവഭക്തനായിരുന്ന പരമദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെടുന്ന പർദീസയിലേക്ക് പോയി. മനുഷ്യൻ ജനിച്ചു വീഴുന്നത് തന്നെ പാപിയായിട്ടാണ്. പാപിയായ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് അന്ത്യന്യായവിധിക്ക് ശേഷം നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമകനാകുവാൻ, ദൈവമകളാകുവാൻ കർത്താവ് അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആത്മാവും പ്രാണനും ദൈവസന്നിധിയിലേക്ക് പോവുകയും നിത്യത മുഴുവനും ദൈവത്തോടൊപ്പം സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, വാസ്തവത്തിൽ ആത്മഹത്യ നമ്മെ രക്ഷിക്കുമോ? ഒരിക്കലുമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെ നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവത്തിൻ സ്നേഹവാക്കുകൾക്ക് കാതോർക്കാം. മറക്കാതെ ശ്രവിക്കാം. സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.
മൃത്യുഭയം മാറിപ്പോയി, നിത്യജീവൻ ലഭിച്ചതിനാൽ ദൈവ പൈതൽ ആയിത്തീർന്നു. ദൈവം നൽകിയ സ്നേഹത്തിനാൽ മൃത്യുഭയം മാറിപ്പോയി, നിത്യജീവൻ ലഭിച്ചതിനാൽ ദൈവ പൈതൽ ആയിത്തീർന്നു. ദൈവം നൽകിയ സ്നേഹത്തിനാൽ എൻ ജീവിതം ധന്യമായി. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ അന്ധകാരം നീങ്ങിപ്പോയി, നീതി സൂര്യനുദിച്ചതിനാൽ.